ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൃഷ്ണഗിരിയിലുള്ള KJ ഡയറി ഫാമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് കൃഷ്ണഗിരി തമിഴ്നാട്ടിലുള്ള ഡയറി ഫാമാണ്. ഫാമിൻ്റെ പേര് KJ ഡയറി ഫാം. ഇവിടെ ഓൾമോസ്റ്റ് HF ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർ ഉള്ള പാലിൻ്റെ അളവെന്ന് പറയുന്നത് അവർ HF ആണെങ്കിൽ 15 മുതൽ ഒരു 25 ലിറ്റർ വരെ കപ്പാസിറ്റി ഉള്ള പശുക്കൾ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ജേഴ്സി എന്ന് പറയുമ്പോൾ 15 മുതൽ 20 ലിറ്റർ വരെ പാൽ കപ്പാസിറ്റി ഉള്ള ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളും അവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരു HF ഇനത്തിൽപ്പെട്ട പശുക്കളാണെങ്കിൽ അവിടെ ഒരു ഇപ്പോഴത്തെ വില ഒരു 55,000 മുതൽ 85,000 രൂപയാണ് ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ആ റേഞ്ച് വ്യത്യാസം വരുന്നത് പശുക്കളുടെ ലാക്ടേഷൻ അല്ലെങ്കിൽ എത്രാമത്തെ പ്രസവമാണ്, പിന്നെ അതിൻ്റെ പ്രായം, പിന്നെ അതിൻ്റെ പാൽ കപ്പാസിറ്റി, പശുവിൻ്റെ സൈസ് എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ വില വ്യത്യാസം വരുന്നത്. അപ്പോൾ പ്രസവം കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ വിലയിൽ വേരിയേഷൻ കുറവ് വരും. പിന്നെ ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവർ ട്രാൻസ്പോർട്ടേഷൻ വിത്ത് ഓൾ ഡോക്യുമെൻറ്റ്സിൽ തരും. അതുപോലെ തന്നെ HF ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളുടെ വിലയെന്ന് പറയുന്നത് 40,000 മുതൽ 60,000, 65,000 വരെയൊക്കെയാണ് ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളുടെ വില വരുന്നത്. അപ്പോൾ ഈ കൊറോണയൊക്കെ സീസൺ ആയതുകൊണ്ടാണ് ഇവിടെയും ഒരു ഏകദേശം ഈ ഒരു വില വ്യത്യാസം വരുന്നത്. പക്ഷേ കൊറോണ കഴിയുമ്പോൾ ആണെങ്കിൽ ചിലപ്പം വില കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇതാണ് ഇവിടുത്തെ വില റേഞ്ച് വരുന്നത്. ജേഴ്സിക്ക് 40 മുതൽ 65, HFന് 55 മുതൽ 85 രൂപ വരെയുള്ള പശുക്കളാണ് കൂടുതലും ഇവിടെ അവൈലബിൾ. ഇതിന് പാൽ കപ്പാസിറ്റി പറഞ്ഞതുപോലെ തന്നെ 15 മുതൽ 25 ലിറ്റർ വരെയൊക്കെയാണ്. അവിടെ ചെന്ന് കറവ കണ്ടിട്ട് പശുവിനെ എടുക്കാം. ഇപ്പോൾ അവിടെ ചെന്ന് മാക്സിമം നിങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവർ വാട്സാപ്പ് വഴിയും ഡീറ്റെയിലും ഫോട്ടോസും എല്ലാം അയച്ചു തരും. അതിൻ്റെ വീഡിയോസും കറക്കുന്നത്, പിന്നെ പശു നടക്കുന്നത്, പിന്നെ അത് കാടി കുടിക്കുന്നത് എല്ലാം ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെ കൊറോണ ആയതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പശുവിനെ ഇവിടെ നിന്ന് മേടിക്കണം എന്നൊരു എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ഇങ്ങനെ വാട്സാപ്പ് അല്ലെങ്കിൽ നെറ്റ് വഴിയിട്ട് നോക്കാവുള്ളൂ. നിങ്ങൾ മാക്സിമം ഞാൻ പറയുന്നത് നിങ്ങൾ അവിടെ ചെന്ന് പശുവിനെ കണ്ട് കറവ കണ്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പറയുന്നത് ഒരു 3 പശുക്കളൊക്കെയാണ് മിനിമം അവർ സപ്ലൈ ചെയ്യുന്നത്. 3 പശുക്കളാകുമ്പം ഒരു കിലോമീറ്ററിന് 13-14 രൂപയാണ് ഒരു കിലോമീറ്റർ. അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ മൊത്തത്തിൽ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഏത് സ്ഥലമാണ്, കേരളത്തിലെ ഓരോ സ്ഥലത്തിലോട്ട് പോകുമ്പോൾ അതിൻ്റെതായ വേരിയേഷൻസ് വരും. ഇപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ കൊല്ലത്തൊക്കെ ആകുമ്പോൾ അതിൻ്റെ എത്ര കിലോമീറ്റർ ആണെന്ന് വെച്ചിട്ടാണ് വരുന്നത്. ഇത് കൃഷ്ണഗിരിയാണ് സ്ഥലം. അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും പിന്നെ അഡ്രസ്സും പിന്നെ വാട്സപ്പ് നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് വെച്ച് കോൺടാക്റ്റ് ചെയ്യാം ഇവരെ. പക്ഷേ എൻക്വയറിക്കൊന്നും അധികം പേയ്മെൻ്റ് ഒന്നും ഈടാക്കില്ല എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പോൾ എൻക്വയറി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാട്സാപ്പ് വഴി ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് ഡയറക്റ്റ് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട് കറവയെ കണ്ടിട്ട് മേടിക്കാം. പിന്നെ 5 പശുക്കളൊക്കെ ആകുമ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ 13 എന്നുള്ളത് 14 എന്നുള്ളത് കൂടും, ഒരു 20 രൂപയൊക്കെ ആവും. പിന്നെ 5, 10, 15 ഒക്കെ ആകുമ്പം ഒരു 25 രൂപ വരെ കിലോമീറ്ററിന് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അവർ മേടിക്കുന്നുണ്ട്. അത് വലിയ വണ്ടിയാകുമ്പോൾ അതനുസരിച്ചിട്ടാണ് ചാർജ് വരുന്നത്. ഇപ്പം 3 പശുക്കളാണെങ്കിൽ ചെറിയ വണ്ടിയിൽ അവർ കൊണ്ടുവരും. അപ്പോഴാണ് ഒരു 14 രൂപയൊക്കെ 13-14 രൂപയൊക്കെ ഒരു കിലോമീറ്റേഴ്സിന് പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ പശു ഇവിടെ നിന്ന് മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ, അതിൻ്റെ എക്സ്പീരിയൻസ് ഉറപ്പായും നിങ്ങൾ ഈ വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം ഇനിയും ആൾക്കാർക്ക് മേടിക്കുന്നവർക്ക് ഒരു ഹെൽപ്ഫുള്ളായ ഇൻഫർമേഷൻ ആയിരിക്കും അത്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ കുറേ നാൾ 2 ആഴ്ചയായിട്ട് തുടങ്ങിയ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് പലർക്കും പല രീതിയിലുള്ള ഹെൽപ്ഫുള്ളായി അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പലരും മെസ്സേജ് അയക്കുന്നുണ്ട്, പേഴ്സണലായിട്ട് വിളിക്കുന്നുണ്ട്. എല്ലാവരോടും വളരെയധികം സന്തോഷം, നന്ദി. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിതിൽ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. കാരണം വാട്സാപ്പ് ഗ്രൂപ്പ് 1, 2, 3 ഒരുപാട് മാനേജ് ചെയ്യാൻ വളരെ പാടാണ് ഫോണിൽ. അപ്പോൾ മാക്സിമം 2 വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, അത് അതുപോലെ തന്നെ നിലനിൽക്കും. അതിൻ്റെ കൂടെ നമ്മൾ ഇനി ഒരു ടെലഗ്രാം ഗ്രൂപ്പ് മാത്രമേ നമുക്കിനി കാണത്തുള്ളൂ. മൊത്തത്തിൽ 3 ഗ്രൂപ്പാണ്, 2 വാട്സാപ്പ് ഗ്രൂപ്പും ഒരു ടെലഗ്രാം ഗ്രൂപ്പും. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാനതിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. അത് ഈ ഫാമിംഗ് മേഖലയിൽ അറിയാവുന്നവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും പുതുതായിട്ട് വരുന്നവർക്കുള്ള കുറച്ച് പഠിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങിയത്. അപ്പോൾ വീഡിയോ കുറച്ചുകൊണ്ടുണ്ട്. അതിപ്പോൾ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും കൂടി ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫുള്ള് കാണുക. അപ്പോൾ അവിടുത്തെ പശുക്കളെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാനൊക്കെ സാധിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി കോൺടാക്ട് നമ്പർ ചെയ്തിട്ട് കോൺടാക്റ്റ് ചെയ്യുക.
വീഡിയോ ഇതുവരെയായിട്ട് സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.